BJP വരെ ന്യൂനപക്ഷ പാർട്ടികൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അതുപോലെ തന്നെ മൈനോറിറ്റീസ് ഉണ്ട്. ന്യൂനപക്ഷ ഒരു സംവിധാനത്തിന് അവർക്ക് പ്രത്യേകമായ സംവിധാനമുണ്ട്. ഓരോ പാർട്ടികൾക്കും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാനും അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഒരു പത്രം തന്നെ ഇറക്കാനുള്ള തീരുമാനം. അങ്ങനെ ഓരോ പാർട്ടികളും ന്യൂനപക്ഷങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നും ആ പ്രശ്നം പരിമിതമാവേണ്ടതാണെന്നും എന്ന് അംഗീകരിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയാനെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. എന്നാൽ 10-60 വർഷക്കാലത്തിലേറെയായി ഈ രാജ്യത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് കിടന്ന് നാടിന്റെ പുരോഗതിയിലോ വികസനത്തിലോ ഒരു പങ്കാളിത്തമില്ലാതെ കിടക്കുന്ന ഒരു വിഭാഗത്തിൽ ന്യൂനപക്ഷങ്ങളെ അഭിമാനകരമായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. ഇന്ത്യയിലെ ഇപ്പൊ നിങ്ങൾക്കറിയാം റിപ്പോർട്ട് വായിച്ചാലും ഈ രാജ്യത്തെ ദളിതരായിട്ടുള്ള, ഇവിടത്തെ പിന്നോക്ക വർഗക്കാരായിട്ടുള്ള, അധക്കൃത വർഗക്കാരായിട്ടുള്ളവരെക്കാളും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, എഴുതാനും വായിക്കാൻ അറിയാത്ത, അർത്ഥപട്ടിണിയും മുഴുപട്ടിണിയുമായി ജീവിതം തള്ളി നീക്കുന്ന, പ്രയാസകരമായി ജീവിക്കുന്ന വലിയ വിഭാഗമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ന്യൂനപക്ഷ സമൂഹത്തിന്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന ഘട്ടങ്ങളിൽ നമ്മോട് സഹകരിക്കാവുന്ന കക്ഷികളുമായി സഹകരിച്ചുകൊണ്ട്, ഭരണ സംവിധാനത്തിലാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളും അവരെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയും നമ്മുടെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി എല്ലാവരെയും വിശ്വാസത്തിൽ കൊണ്ട് മുന്നോട്ട് പോവുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനമായി ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹം അഭിമാനകരമായി വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായ മുസ്ലിം ലീഗ് പാർട്ടി ഇങ്ങനെ പ്രത്യേകമായി ഇവിടെ സംഘടിച്ച് ഇവിടുത്തെ ആളുകൾ ലീഗിന്റെ കൂടെ നിന്നു എന്നതിന്റെ ഒരു ഗുണപരമായിട്ടാണ് ഇവിടെ ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ധാരാളം നാട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, ധാരാളം കാര്യങ്ങൾ ഇനി ചെയ്യാൻ നമുക്കുണ്ട്. നമ്മുടെ പ്രവർത്തന പരിപാടികൾക്കിടയിൽ ഈ സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ലീഗ് നടത്തുന്ന പോലെയുള്ള കാരുണ്യ പ്രവർത്തനം ഒരു ഭാഷ നടത്തുന്നില്ല. ലീഗിന്റെ പോഷകഘടകമായി വിദേശത്ത് പ്രവർത്തിക്കുന്ന KMCC കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികൾ റമദാൻ മാസം വന്നാൽ പ്രത്യേകിച്ച് അല്ലാത്ത കാലത്ത് പൊതുവെയും ധാരാളം പ്രവർത്തനം നടത്തുന്നു. നിങ്ങൾക്കറിയാം, മലപ്പുറം ജില്ലയിൽ ബൈത്തുർ റഹ്മാൻ എന്ന പദ്ധതി മാടക്കാട് ചെയ്ത് മുഹമ്മദ് അലി ശിഹാബ് ഭരിച്ചപ്പോൾ ആ ശിഹാബ് തങ്ങളെ സംസ്കരിക്കാൻ വലിയ കെട്ടിടങ്ങളോ വലിയ ഓഫീസുകളോ ഉണ്ടാക്കുന്നതിന് പകരമായി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നതിന് ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്യുന്ന പദ്ധതി ഉദ്ദേശിച്ചാണ് ബൈത്തുർ റഹ്മാൻ പരിപാടി ആരംഭിച്ചത്. വലിയ വിജയകരമായി സ്വീകാര്യതമായി സംഖ്യയായി വന്നു. അതിൽ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വീടുണ്ടാക്കാൻ കഴിയുന്ന എല്ലാ പ്രദേശങ്ങളിലും ഒരു വീടെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അത് സംസ്ഥാന വ്യാപകമാക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, നമ്മുടെ ആശുപത്രിയോടനുബന്ധിച്ച് CH സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. റിലീഫ് പ്രവർത്തനത്തിൽ മറ്റ് പാർട്ടികൾക്കും ചെയ്യാൻ കഴിയാത്ത രീതി, ആരോഗ്യം പോലും ചെയ്യാത്ത രീതിയിലുള്ള സഹായങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട പ്രയാസം നേരിടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളൊക്കെയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. ആ സജീവമായ പ്രവർത്തനങ്ങളിൽ ഈ പാലാ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ സജീവമായി പങ്കാളിയാവണം. ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതുവായ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാവുന്ന ഒരു പൊതുവേദിയാണ്. നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പറയാനും അതിന് ആ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാനും അതിന് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കാനും നമ്മുടെ ദീനിന്റെ സംരക്ഷണത്തിലും ദീനിന്റെ പ്രചരണത്തിലും അതിനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി നിൽക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുന്നത് ലീഗ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ സംഘടനയും ഇവിടെ ഉള്ളതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കി എല്ലാ ആളുകളെയും ലീഗിലേക്ക് കൊണ്ടുവരാനും ലീഗിനെ ശക്തിപ്പെടുത്താനും ലീഗിന്റെ അടിത്തറ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള പരിശ്രമം നടത്തണം. പാലാ മണ്ഡലത്തിലും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാറുണ്ട്. ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളർത്താൻ ഞാൻ ഈ പറയുന്ന പോലെ ഈ പ്രവർത്തനങ്ങൾ, അതുപോലെ പാരസ്യമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കൽ, വിവിധ സമൂഹത്തെ ബാധിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് അതിനെ അഭിമുഖീകരിച്ചുകൊണ്ട് അവയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ജനകീയ പ്രശ്നത്തിന്റെ കൂടെ നിന്ന് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് നല്ല ഒരു ശോഭനമായ ഭാവി ഇവിടങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് പ്രവർത്തനം സജീവമാക്കാൻ, പ്രവർത്തനം കേന്ദ്രീകരിച്ച് നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളൂ. ധാരാളം ആളുകൾ പ്രസംഗിക്കാൻ ക്ലാസ്
നിർവഹിച്ച ഇതിന്റെ ഭാരവാഹികളെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വയ്ക്കുന്നു.